നമസ്തേ. രത്നശാസ്ത്രയുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സാർ. നമസ്കാരം. നമസ്തേ. നമ്മൾ വിവിധ വർണ്ണങ്ങളിലുള്ള രത്നങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. രത്നങ്ങൾ തന്നെ നമുക്ക് പല കളറിലും ഒക്കെ നമുക്ക് ലഭ്യമാണ്. ഇതിൽ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഈ കളറിൻ്റെ കാര്യത്തിൽ വളരെ വൈവിധ്യമുള്ള രത്നങ്ങളും നമുക്ക് ലഭ്യമാണ്. പ്ലേ ഓഫ് കളേഴ്സിൽ പെടുന്ന രത്നങ്ങൾ, ഒപ്പൽസ് പോലെ ഉള്ള രത്നങ്ങൾ, കാറ്റ്സൈ പോലെ. കാറ്റ്സൈക്കൊക്കെ പ്ലേ ഓഫ് കളർ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പ്ലേ ഓഫ് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്. അങ്ങനെ വിവിധ തരത്തിലുള്ള രത്നങ്ങൾ, അപൂർവമായിട്ടുള്ള ഒരുപാട് രത്നങ്ങളുണ്ട്. ഇപ്പം നമുക്ക് കളർ ചേഞ്ചസിൽ വരുന്ന രത്നങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് അലക്സാൻഡ്രൈറ്റ് എന്ന് പറയുന്ന രത്നം. നമ്മൾ 1-2 എപ്പിസോഡുകളിൽ ഇതിനെക്കുറിച്ചൊക്കെ ടച്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആൾക്കാർക്ക് എപ്പോഴും എന്താണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അലക്സാൻഡ്രൈറ്റ് സാറ് എനിക്ക് ധരിക്കാവോ, അലക്സാൻഡ്രൈറ്റ് കിട്ടാനുണ്ടോ? എനിക്കൊന്ന് ആ ഒരു രത്നം നമുക്കൊരു ഒറ്റ ഒരു കാഴ്ചയിൽ അത് പെട്ടെന്ന് ഇന്ന രത്നമാണെന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ? അല്ല, പെട്ടെന്ന് കണ്ടാൽ നമുക്ക് പെരിഡോട്ട് എമറോൾഡ് ആ ഒരു ഫീലാണ്. അത് 1830 അത് അലക്സാണ്ടർ ചക്രവർത്തി, 2ാം അലക്സാണ്ടർ, ആ കാലഘട്ടത്തിലാണ് ഈ മൈൻ കണ്ടുപിടിക്കുന്നത്. മൈൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ മൈൻ ചെയ്ത് എമറോൾഡിൻ്റെ അതേ മിനറൽ കണ്ടൻസ് ഇതിനകത്തുള്ളത് ഈ ഒരു സ്റ്റോണിൽ ഈ രത്നത്തിൽ. അപ്പോൾ ഇത് എമറോൾഡ് എന്നുള്ള രീതിയിൽ എമറോൾഡ് മൈൻ ചെയ്ത് ഖനനം ചെയ്ത് ഇതിന് ഒരുപാട് പ്രോസസ്സുണ്ടല്ലോ. ഇതിൽ ഇത് ഖനിയിലെ തൊഴിലാളികൾ ഇത് എടുത്ത് അത് ഇട്ടിരിക്കുകയാണ്, ഡിഗ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. അവർ നോട്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ നോക്കുമ്പോൾ ഇതിനകത്ത് നല്ല ജ്വലിക്കുന്ന അല്ലെങ്കിൽ നല്ല വെയിലിൽ ഇതിൻ്റെ കളർ വ്യത്യാസം വന്നു, റെഡ് കളർ വന്നു, ഇല്ലെങ്കിൽ പച്ച പോലിരുന്നു. ഇത് നോട്ടീസ് ചെയ്തപ്പോഴാണ് പിന്നീട് ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് നടന്നതും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ല. പിന്നീട് വിവിധ പ്രോസസ്സിന് വിധേയമായിട്ടാണ് ഒരു രത്നത്തിന് എപ്പോഴും ഒരു നാമകരണം ചെയ്യപ്പെടുന്നത്. ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്, ഒരുപാട് ലാബ് ടെസ്റ്റുകളുണ്ട്, ഒരുപാട് മിനറൽ ടെസ്റ്റുകളുണ്ട്. എന്തൊക്കെ മിനറൽസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്, ഇതിനെന്താണ് ഇതിന് കളർ കൊടുക്കുന്ന ഘടകങ്ങൾ, ഇങ്ങനെയുള്ള 100 തരത്തിലുള്ള ടെസ്റ്റിന് വിധേയമായിട്ട് 1839 9 കൊല്ലത്തിന് ശേഷമാണ് അലക്സാൻഡ്രൈറ്റ് എന്ന് പറഞ്ഞ സ്റ്റോൺ ഇട്ടിരിക്കുന്നത്. ആ ഒരു ഷെയ്ഡ് ഒരു ഫ്ലാഗിൻ്റെ ഒരു ഇതും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം അത് ലൈറ്റിൽ നമുക്ക് സാധാരണ നോക്കിയാൽ പച്ചക്കല്ലും നല്ല ജ്വലിക്കുന്ന വെട്ടത്തിൽ, നല്ല പകൽ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ അതുപോലുള്ള ലൈറ്റിങ് കൊണ്ടും ഒക്കെ നമുക്ക് ഇത് കളറിന് ചേഞ്ചസ് വരാം. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് ബുധൻ പച്ച എന്ന് പറയുമ്പോൾ ബുധൻ, എമറാൾഡ് എന്ന് പറഞ്ഞാൽ ബുധൻ, അതേ കാറ്റഗറിയാണല്ലോ ഇത്. റെഡ് വരുമ്പോൾ അത് ഒരു പർപ്പിൾ ആണ്, ഗ്രീൻ ടു പർപ്പിൾ കളർ ആണ് വരുന്നത്. അപ്പോൾ പർപ്പിൾ കളർ ശരിക്കും സൂര്യൻ്റെ റൂബിയായിട്ട് ഒരു ബന്ധമുണ്ട്, ഒരു സാമ്യം. അപ്പോൾ ഞാനിതിനകത്ത് ഈ രത്നം സജസ്റ്റ് ചെയ്യുന്നത് അപൂർവമായിട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ അലക്സാൻഡ്രൈറ്റ്. ഇപ്പോൾ പല നമുക്ക് നല്ലൊരു അലക്സാൻഡ്രൈറ്റ് കൃത്യമായിട്ടുള്ളത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് സ്ഥലത്ത് നിന്ന് അലക്സാൻഡ്രൈറ്റ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്, പക്ഷേ അതിനകത്ത് ആ കളറിനകത്തൊന്നും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ഇതിന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റിങ്, ഇപ്പോൾ IGIയുടെയോ GIയുടെയൊക്കെ വളരെ ബ്രീഫായിട്ടുള്ള നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് റിപ്പോർട്ട് നമുക്ക് വേണം. അതിനകത്ത് ഒരു കളറിൻ്റെ ചേഞ്ചസിൻ്റെ പെർസെൻറ്റേജ് അവർ മെൻഷൻ ചെയ്യും. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പരിശോധന ഉണ്ടെങ്കിൽ അത് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതിനകത്ത് കൺട്രി ഓഫ് ഒറിജിൻ വരും അതിനകത്ത്. ആ ലാബ് റിപ്പോർട്ടർ തന്നെ 15,000-20,000 റുപ്പീസൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പം നമുക്ക് അങ്ങനെയുള്ള കിട്ടാൻ, കാരണം ഇതിപ്പോൾ ഈ രത്നത്തിനുള്ള ഇതിന് റെയർ ആണല്ലോ റെയർ രത്നം എല്ലായിടത്തും ഇല്ല. അനുകൂലമായ പല സാഹചര്യങ്ങൾ ഈ ഭൂമിക്കടിയിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ രത്നം വിളഞ്ഞുണ്ടാവുള്ളൂ. ചിലപ്പം മരതകത്തിൻ്റെ ഒരു
ഏരിയയിൽ കിടക്കുക. അപ്പോൾ അതിനകത്ത് ആ ക്രോമിയം കണ്ടൻ്റൊക്കെ ആണിത് ഈ കളർ ചേഞ്ചസ് കൊണ്ടുവരുന്നത്. കാരണം ഇതിനകത്ത് നല്ലോണം ലൈറ്റിങ് വരുമ്പോൾ അത് പ്രകാശകിരണങ്ങൾ ഏതാണ്ട് 450 നാനോമീറ്ററിലോ മറ്റും അങ്ങനെ ഒരു കണക്കതിന് അതിലടിക്കും. ഇതിനെ ശരിക്കും അത് അബ്സോർവ് ചെയ്യാൻ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട് ഈ ലൈറ്റിന്. അപ്പോൾ ഈ ലൈറ്റിനകത്ത് ആഗിരണം ചെയ്യും. ക്രോമിയത്തിൻ്റെ ഇമ്പ്യൂരിറ്റീസ് ഇതിനകത്തുണ്ട്, ക്രോമിയം ഉണ്ട്. ആ ക്രോമിയാണ് ഈ കളറ് കൊടുക്കുന്നത്, ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു രത്നം തന്നെ നമുക്ക് 2 കളറിൽ നമുക്ക് കളർ കിട്ടുമോ? അതായത് ഒരു പ്രകാശം അതിലേക്ക്, സൂര്യപ്രകാശം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇത് ലൈറ്റ് ഇതിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കളറ് വേറെ ഒന്നായി. ഇപ്പം നോക്കിക്കണം, പ്രകൃതിയുടെ ഒരു അത്ഭുതകരമായ ഒരു പ്രതിഭാസം ഇത് റെയർ സ്റ്റോൺ കാറ്റഗറിയിലാണ്. ഇത് വിലയുണ്ട്, എക്സ്പെൻസീവ് ആയിട്ടുള്ള വില നമുക്ക് അങ്ങനെ ഒരു വില അലക്സാണ്ട്രൈറ്റ് സ്റ്റോണ് ഇവിടെ ഈ കടയിൽ ഇന്ന വില, മറ്റേ കടയിൽ ഇങ്ങനെ വിലയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അലക്സാണ്ട്രൈറ്റ് എല്ലാ കടകളിലും ഇല്ല. ഒന്നാമത് എല്ലാവരും മേടിച്ച് വെക്കാറില്ല, എക്സ്പെൻസീവ് ആയതുകൊണ്ട്. പിന്നെ നമുക്ക് ഇത് റെയർ സ്റ്റോൺ ആണല്ലോ, അത് എല്ലായിടത്തും ഇത് ഉണ്ടാകുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ സാഹചര്യങ്ങൾ ഭൂമിയുടെ ആ ഒരു മണ്ണ് അല്ലെങ്കിൽ അതിനകത്തെ കണ്ടൻസ് മിനറൽസ് അടങ്ങിയിരിക്കുന്നതിനകത്ത് വളരെ റെയറായിട്ടുണ്ടാകുന്ന സ്റ്റോണായതാണ്. അതുകൊണ്ടാണ് ഇതിന് ഡിമാൻഡ് വരുന്നത്. ഒരുപാട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ ഇപ്പം വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കളർ ചേഞ്ചിൽ കൂടെയും സർട്ടിഫിക്കേഷനിൽ കൂടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത് ഇപ്പം നമുക്ക് കൂടുതലും എവിടെ നിന്നായിരിക്കും കിട്ടുക? ഏത് ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ റഷ്യൻ ഏരിയയിലുണ്ട്, പിന്നെ മെഡഗാസ്കറിലുണ്ട് വരുന്നുണ്ട്, ശ്രീലങ്കയിൽ ഇതിൻ്റെ മെയിനുണ്ടെന്ന് പറയുന്നുണ്ട്. ഇൻഫാക്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്തും ഒക്കെ കാണുന്നു. കാരണം ക്രിസോബറൽ മിനറലും ഇതിനകത്ത് കണ്ടൻ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രിവാൻഡ്രം ഏരിയയിൽ ഒക്കെ എനിക്ക് തോന്നുന്നു പണ്ട് കാറ്റ്സൈ അവൈലബിൾ ആയിരുന്നു. അതൊക്കെ ഇപ്പോൾ അതെല്ലാം ഗവൺമെൻറ് അതെല്ലാം റെസ്ട്രിക്ഷൻ നടത്തിയിരിക്കുക നല്ലതാണ്. കാരണം ഇതിനകത്ത് ഇതെല്ലാം വെട്ടിക്കുഴിച്ച് കൊണ്ടുപോകുമല്ലോ. അപ്പം ആ ഏരിയയിലൊക്കെ ദളങ്ങളുണ്ടെന്ന് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഈ റെയർ സ്റ്റോണ്. പിന്നെ അത് ചുമ്മാ ഒരു ലക്കി സ്റ്റോണാന്ന് പറഞ്ഞിട്ട് ഇത് സർവത്ര ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു കല്ലാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതാണ് ഇതിനകത്തുള്ള അട്രാക്ഷൻ. ആൾക്കാർ എന്ത് വില കൊടുത്തും കയറി ഇത് വാങ്ങും. പിന്നെ ഇത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ഒരു കളർ ചേഞ്ച് തന്നെ അതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. നല്ലൊരു കല്ല് കിട്ടിയാൽ നമ്മൾ വാങ്ങാൻ തയ്യാറായിട്ടിരിക്കുന്നത്. പക്ഷെ നല്ലൊരു കല്ല് കിട്ടുന്നില്ല. ഒരു 3 to 5 ക്യാരറ്റ്സിൻ്റെ ഒരു എൻക്വയറി എനിക്ക് വന്നിട്ട് 1 വർഷത്തിന് മേളിലായി. എനിക്കത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അത് നമുക്ക് ഞാൻ കൺവിൻസ്ഡിങ് ആകുന്നില്ല. പറഞ്ഞാൽ പല കല്ലുകൾ വരും, പക്ഷെ ഇതിനകത്ത് കൃത്യമായ സർട്ടിഫിക്കേഷനും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും വരണമല്ലോ. ഇത് നമ്മൾ ആ ഒരു റെയർ ആയിട്ടുള്ള ഒരു രത്നത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അത് പക്ഷെ ഒരു വ്യക്തിക്ക് എങ്ങനെ അത് അനുയോജ്യമാകുന്നുള്ളതാണ് നമ്മൾ ഒന്ന് നോക്കേണ്ടത്. ഇപ്പം ആർക്കൊക്കെ അത് ഉപയോഗിക്കാം എന്നുള്ള ഒരു കാര്യം. എനിക്ക് തോന്നുന്നു ആ ഒരു വിവരത്തേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. റയറായിട്ടുള്ള അലക്സാണ്ട്രേറ്റ് എന്ന് പറയുന്ന രത്നത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇതിപ്പം സാറ് പറഞ്ഞു ആ ഒരു മിനറൽ കണ്ടന്റ് എമറാൾഡായിട്ട് ഏകദേശം സാമ്യമുള്ള ഒരു രീതിയാണ് സാറ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ എമറാൾഡ് സൂട്ടബിൾ ആയിട്ടുള്ളൊരു വ്യക്തിക്ക് ഈ രത്നം ഉപയോഗിക്കാം? നമുക്ക് അതിൽ ചാർട്ട് ചെക്ക് ചെയ്യേണ്ടി വരും ഫസ്റ്റിലെ തന്നെ. യുണീക്ക് ലൈറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉള്ള കല്ല ഇത്. ക്രോമിയത്തിൻ്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു സാന്നിധ്യവും ഈ ലൈറ്റിംഗ് പ്രോപ്പർട്ടീസ് മറ്റ് കല്ലുകളിൽ കാണാത്ത ആറ്റമിക് സ്ട്രക്ചറിലാണ് ഈ കല്ലുള്ളത്. അതാണ് ഈ കല്ലിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് ചേഞ്ചിങ് ടു റൂബിയാണ് ഓൾമോസ്റ്റ്. മനസ്സിലായില്ലേ? ഗ്രീൻ കളർ ടു പർപ്പിൾ കളർ അല്ലെങ്കിൽ റെഡിഷ്നസ് കളറിലേക്ക് പോകുന്നു. അപ്പോൾ അത് നമുക്ക് ആ റെഡ് നമുക്ക് എപ്പോഴും അത് നമുക്ക് ആ സൂര്യനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബുധൻ, സൂര്യൻ ഇത് കുറച്ച് പോസിറ്റീവായിട്ടും സപ്പോർട്ടിംഗ് ആയിട്ടും ഒക്കെ നിൽക്കുന്ന ആ ചാർട്ടുകളിൽ ആണ് നമുക്ക് അവിടെ ചാർട്ട് അതിനകത്ത് കൃത്യമായിട്ട്
അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പം എമറാൾഡ് സൂട്ടബിളായിട്ടുള്ള ഒരാൾക്ക് ഇത് കൊടുക്കാമെന്ന് ചോദിച്ചാൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എമറാൾഡ് ഇട്ടിരിക്കുന്ന ആൾക്കാർ അത് പോയി ധരിക്കും. പക്ഷെ അവർക്ക് ചിലപ്പം സൂര്യൻ നീചസ്ഥിതിയും ഒക്കെ ആണെങ്കിൽ ആ കല്ല് അത്രത്തോളം ഗുണകരമാകില്ല. അതായത് ഞാൻ ഒരുപാട് ഡീൽ ചെയ്യാത്തൊരു സ്റ്റോണായത്. പിന്നെ ഞാനിവിടെ ഈ UAE വന്നതിന് ശേഷം പലരും ഇത് മാച്ചിങ് അല്ല എന്ന് പറഞ്ഞതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മാച്ച് ചെയ്യുന്നവരും ഉണ്ട്, ധാരാളം പേര് ഇട്ടിരിക്കുന്നതും കണ്ടിട്ടുണ്ട്. ഈ മാച്ച് ചെയ്യാന്നില്ല എന്ന് പറഞ്ഞവരുടെ എല്ലാം ചാർട്ട് നോക്കിയാൽ ഐദർ ബുധൻ അല്ലെങ്കിൽ സൂര്യൻ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ഒരിക്കലും നമ്മൾ അഡ്വൈസബിൾ അല്ല. ഞാനിപ്പോൾ ഒരു 3 ക്യാരറ്റിൻ്റെ കല്ലൊരാൾക്ക് എനിക്ക് പറയാൻ ആൾക്ക് ബുധനും സൂര്യനും നല്ല പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു രത്നം അനുയോജ്യമാണ്. പിന്നെ നന്നായിട്ട് വരും. അപ്പോൾ അവിടെയും നമുക്ക് വേണ്ടത് ഓരോ വ്യക്തികളുടെയും ആ ഒരു ചാർട്ട്, അതിൻ്റെ വിശദമായിട്ടുള്ള ഒരു പഠനം, അതിനുശേഷം നമ്മൾ ഈ രത്നധാരണത്തിലേക്ക് പോകും. ഇതിൻ്റെ കളേഴ്സ്, ഈ രത്നങ്ങളുടെ കളേഴ്സിന് വളരെ പ്രാധാന്യമുണ്ട്. വളരെ പ്രാധാന്യമുണ്ട്. രത്നങ്ങളുടെ കളറുകൾ ആണ് ഇതിനകത്ത് വൺ ഓഫ് ദി അതിൻ്റെ ഒരു മേജറായിട്ടുള്ള ഒരു ഘടകം അതാണ്. അതൊക്കെ പല ഗ്രൂപ്പുകളിൽപ്പെട്ട കല്ലുകളും ഉണ്ടെങ്കിലും പല കളറുകളുള്ള കല്ലുകളുമുണ്ട് അതിനകത്ത്. ആ ഗ്രൂപ്പിൽ തന്നെ പല കളറുണ്ടെങ്കിലും ചില കളറ് ഒരാൾക്ക് മാച്ച് ചെയ്യും, ചില ഒരാൾക്ക് മാച്ച് ചെയ്യത്തില്ല. അപ്പോൾ കളേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റാണ്. കളറിൽ കൂടെയാണ് അത് ശരിക്കും പ്രകൃതിയുടെ ഒരു ഇത് തന്നെയാണല്ലോ, ഒരു പ്രത്യേകത തന്നെയാണ് അത്. അപ്പോൾ കളറും അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രത്നം നിർണ്ണയിക്കുന്നതിനകത്ത്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പുള്ള എപ്പിസോഡുകളിലൊക്കെ ചർച്ച ചെയ്ത് വന്നിരുന്ന കാര്യങ്ങൾ ലഗ്നത്തെക്കുറിച്ച്, ലഗ്നത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു വന്നിരുന്നു. എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യം ലിയോ സൈൻ, ചിങ്ങ ലഗ്നത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒരു വ്യക്തിക്ക് ആളുടെ ഒരു പേരും പ്രശസ്തിയും അല്ലെങ്കിൽ ഒരു എക്സ്പോഷറും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ കൊടുക്കുന്ന ആ ഒരു ഗ്രഹം സൂര്യൻ, ആ സൂര്യൻ്റെ രത്നമായ റൂബി, ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങൾ നമ്മൾ 2-3 എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തി. പക്ഷേ എന്നിരുന്നാൽ പോലും ഇനിയും എനിക്ക് തോന്നുന്നു ധാരാളം എപ്പിസോഡുകളിൽ എൻക്വയറീസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ കളറിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ മുമ്പ് സംസാരിച്ചപ്പോഴേ ഒരു കാര്യം ഓർമ്മയെ വന്നത് ഞാനൊന്ന് പറയാം. എന്നിട്ട് നമുക്ക് ഈ ലിയോ സൈനിലേക്ക് വരും. ഇപ്പോൾ ഈ കളേഴ്സിൻ്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു ചാർട്ടിൽ സൂര്യൻ വളരെ നീചസ്ഥിതി, തുലാമാസത്തിൽ ജനിച്ച ഒരാൾ, സൂര്യൻ അയാളുടെ ഡിഗ്രി കൊണ്ട് സൂര്യൻ നീചത്തെ ഡെബിലിറ്റേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. സെയിം വ്യക്തി തന്നെ ചന്ദ്രൻ വൃശ്ചികത്തിൽ നീചപ്പെട്ട് നിൽക്കുന്നു, നല്ല നീചത്തിൽ നിൽക്കുന്നു. അപ്പോൾ സൂര്യചന്ദ്രന്മാർ നീചപ്പെട്ടുപോയി. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലേക്ക് വെട്ടവും വെളിച്ചവും തരുന്ന, ബ്രൈറ്റ്നസ് തരുന്ന 2 ഗ്രഹങ്ങളാണല്ലോ ഇവർ ആ ചാർട്ടിൽ അനുകൂലമല്ലാതെ നിൽക്കുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിലും ഒരു വെട്ടവും വെളിച്ചവും വീണിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കണം. മനസ്സിലായി. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ആ ഇതേ സെയിം ചാർട്ടിൽ നമുക്ക് ശനി മേടത്തിൽ നിൽക്കുന്നു, ശനിയും നീചപ്പെട്ടു പോയി, ഡെബിലിറ്റേഷൻ സംഭവിച്ചിരിക്കുക. അപ്പോൾ ഇതെല്ലാം ശനി നമുക്ക് ആ ബ്ലാക്ക് കളറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ സൂര്യനും ചന്ദ്രനും ജീവിതത്തിൽ വെളിച്ചവും ഹെൽത്തും എല്ലാം തരേണ്ട ഗ്രഹങ്ങളാണ്. എല്ലാ ഗ്രഹങ്ങൾക്കും നമ്മളുടെ ഹെൽത്തുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ 12 ഹൗസസിലും ലഗ്നം വരുന്നതൊക്കെ നമുക്ക് ലഗ്നാധിപൻ റോങ് സൈഡിൽ പോയാൽ ഹെൽത്ത് ഇഷ്യൂ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. അപ്പോൾ എല്ലാ ലഗ്നത്തിനും ആ അധിപൻ അതിന് നമ്മുടെ ആരോഗ്യമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി സൂര്യനും ചന്ദ്രനും ഡെബിലിറ്റേഷൻ, സാറ്റൻ ഡെബിലിറ്റേഷൻ അല്ലെന്ന് തന്നെ വിചാരിച്ചു. എന്നാൽ സൂര്യചന്ദ്രന്മാർ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇയാൾക്ക് ലൈറ്റാണ് കിട്ടാത്തത്, അപ്പോൾ പ്രകാശം കിട്ടുന്നില്ല, ഹെൽത്തിന് പ്രശ്നമുണ്ട്. അപ്പോൾ ഇയാൾ ഡെയിലി ബ്ലാക്ക് ഷർട്ടുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എങ്ങനെയിരിക്കും? ആ ബ്ലാക്ക് നമ്മൾ റൂമായ ഡാർക്ക്, അതിനകത്ത് ലൈറ്റ് ഇല്ല, ബ്ലാക്ക് കളറും നമ്മൾ പെയിൻറ്റ് ചെയ്യുക, അല്ലെ ഡാർക്കായിട്ടുള്ള ബ്ലൂ കളർ അടിച്ചിടുക. വെട്ടം കിട്ടുമോ റൂമിൽ? ഇല്ലല്ലോ. ഒന്നുകൂടെ ഡാർക്ക് ആകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് ഡാർക്ക് കളേഴ്സ് ആയിരിക്കുന്ന ഈ ബ്ലാക്കും ബ്ലൂവും ഒക്കെ ഒന്ന് മാറ്റി കൂടുതലും വൈറ്റ് കളേഴ്സ്, ലൈറ്റ് കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ആ വഴിക്ക് കുറച്ച്
ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷർട്ടുകൾ യൂസ് ചെയ്യുക. അപ്പോൾ അത് കളർഫുള്ളായാലും കുഴപ്പമില്ല. പക്ഷേ വൈറ്റ് ബേസുള്ള ഷർട്ടുകൾ ഇങ്ങനെയുള്ള ഷർട്ടുകാർ ഉപയോഗിക്കുമ്പോൾ വളരെ വ്യത്യാസം ഉണ്ടാവും, അവർക്ക് ചേഞ്ചസ് ഉണ്ടാകും. നല്ല വീണ്ടും നമ്മൾ ബ്ലാക്ക് ഇട്ട് കവർ ചെയ്യുക. ഒന്നാമത് നമുക്ക് ലൈറ്റ് ഇല്ല, പിന്നെ നമ്മൾ വായിക്കാൻ പൊതിഞ്ഞാണ് നമ്മൾ നിൽക്കുന്നത്. പ്രകാശത്തിന്റെ ഒരു കുറവ് അവിടെ തന്നെ ഉണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു രീതിയിൽ കളറിന്റെ കാര്യം വന്നാൽ പെട്ടെന്ന് ഞാൻ ഓർത്ത ഒരു കാര്യം പറയുന്നതേ ഉള്ളൂ. ഇനി ലിയോ സൈനിലേക്ക് വന്നാൽ ഏറ്റവും അഗ്രസീവായിട്ടുള്ള ഒരു ഈഗോയിസ്റ്റിക്, അഗ്രസീവ്, ലീഡർഷിപ്പ്, എക്സ്പോഷർ, ഫാദർ, ഒരു ഫാദർലി ഫിഗർ ഒക്കെ കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ ഫാദർ ആയിട്ടുള്ള ഒരു ബന്ധം ഉള്ള ബോണ്ടിങ് ഉള്ള ഒരു ലഗ്നം ഒക്കെയാണ് ലിയോ. ജനറലാണ്. അപ്പോൾ അത് പല ചാർട്ടിലും പലതരത്തിലായിരിക്കാം വരുന്നത്. ഇവൻ തന്നെ ചിങ്ങലഗ്നമാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചിങ്ങലഗ്നം നമുക്ക് വ്യാഴവും ചൊവ്വയൊക്കെ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഗ്രഹങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാലും ചിങ്ങലഗ്നത്തിൽ തന്നെ വ്യാഴം 6th ഹൗസിൽ നീച്ചപ്പെട്ട് നിന്ന ആ വ്യാഴത്തിൻ്റെ ഗുണം പോയി. ചിങ്ങലഗ്നം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങളിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ആ ഒരു ലിയോ സൈനെ കുറിച്ച്, അതിൻ്റെ ഒരു പ്രത്യേകതകളെ കുറിച്ചാണ് പറഞ്ഞു. ഇപ്പം ആ ഒരു ചൊവ്വയോ വ്യാഴോ ഒക്കെ ഈ ഇതിൽ വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത, ആളുടെ ഒരു കരിയറിനെയൊക്കെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ലിയോ സൈൻ എന്ന് പറയുന്നത് തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സൈനാണ്. അതിന്റെ കൂടെ ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന ഈ ചൊവ്വയും വ്യാഴവും ആൾക്ക് സപ്പോർട്ടും കൂടെ ആണെങ്കിൽ ചിങ്ങലഗ്നം എന്ന് വിചാരിക്കുക. ചിങ്ങലഗ്നം സൂര്യൻ നല്ല പൊസിഷനിൽ നിൽക്കുന്നു, ചൊവ്വ അതിനകത്തുണ്ടെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ജോലി വരും. അത് പിന്നെ ഈ ഗ്രഹങ്ങൾക്ക് ആ വ്യക്തിയിലുള്ള സ്വാധീനം കൂടെ ഇതിനകത്ത് കണക്കിലെടുക്കും. മറ്റ് ഗ്രഹങ്ങൾ സപ്പോർട്ടീവ് ആണോ, മൂൺ സപ്പോർട്ടീവ് ആണോ, ഇതെല്ലാം കൂടെ കണക്കിലെടുക്കണം. ഇത് ഇപ്പം നമ്മൾ ജനറലായിട്ട് സംസാരിക്കും, അതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടപ്പം നമ്മൾ ബന്ധപ്പെട്ടൊരു ചാർട്ട് ഞാൻ പറഞ്ഞുതരാം. ആ ചാർട്ടിനകത്ത് പറയുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ. ഇത് ചിങ്ങലഗ്നമാണ്. ലഗ്നത്തിൽ ലഗ്നാധിപൻ സൂര്യൻ തന്നെ 11 എന്ന് പറയുന്ന നല്ലൊരു പൊസിഷനിലാണ്. 11 എന്ന് പറയുന്ന ഒരു പ്രോഫിറ്റബിൾ പൊസിഷനാണ്. മനസ്സിലായോ? 11ാം ഭാവം ലാഭം. പിതാവിൽ നിന്ന് കൂടുതൽ ലാഭം എന്ന് പറയാൻ പൈസ മാത്രമല്ല, പിതാവുമായിട്ടുള്ളൊരു ബന്ധം. പിതാവായിരിക്കും അദ്ദേഹത്തിന് എപ്പോഴും ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഗുണങ്ങളും കൂടെ ഉണ്ട്. ലാഭം എന്ന് പറയുന്നത് നമ്മൾ പൈസയുടെ കണക്കും നഷ്ടം മാത്രമല്ല ലൈഫിലെന്ന് പറയുമ്പോൾ, അല്ലേ? എല്ലാ രീതിയിലും ഒരു സപ്പോർട്ട് ഉണ്ട്. പിന്നെ ചൊവ്വയും പുള്ളിക്ക് വളരെ ഫേവറബിളായിട്ട് നിൽക്കുന്നത്. ഈ ചൊവ്വ 9th പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇത് ചൊവ്വ ലൈറ്റ്നിങ് പ്ലാനറ്റാണ്, പടനായകനാണ്, പിന്നെ ഒരു ഫയർ എനർജിയാണ്, അല്ലേ? അതെ. സൂര്യനും അതുപോലെ തന്നെ ഒരു ലൈറ്റ്നിങ് പ്ലാനറ്റാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജോലി, പുള്ളി ഒരു ഫയർമാനാണ്. ആള് ഫയർമാനാണ്. ഈ വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല, ഇയറൊന്നും പറയുന്നില്ല. പക്ഷേ ഈ വ്യക്തി സാറേ എൻ്റെ ഈ ചാർട്ടൊന്ന് പറയണമെന്ന് പറഞ്ഞ് തന്നെ, കാരണം ഇയാളോട് ഞാൻ വർഷങ്ങൾക്ക് മുന്നേ തന്നെ പറഞ്ഞു, നിങ്ങൾ ഈ ഒരു എന്തെങ്കിലും പൊസിഷണൽ ഗവൺമെൻറ് റിലേറ്റഡും ഫയറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കണം നിങ്ങളുടെ കരിയർ വരാൻ പോകുന്നു പറഞ്ഞത് വന്ന് അത് അങ്ങനെ തന്നെ വന്നത് ഫയർമാനായിട്ട് മാറി. ഓക്കെ. അപ്പം ഇതിലും വലിയൊരു പൊസിഷനിലേക്ക് പുള്ളി പോയേനെ. പക്ഷേ എന്താ വെച്ചാൽ ഈ മാഴ്സ് സാറ്റർൻ കൺജക്ഷൻ വന്നു ഈ ചാർട്ടിൽ. ഈ മേടത്തിൽ ശനി വന്നു. മേടത്തിലെ ശനി നീചാവസ്ഥ വന്നു. എന്നിട്ടത് നേരെ ചൊവ്വയായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കൊണ്ടായിരിക്കുന്നത്. ചൊവ്വ ശനി പരസ്പര ദൃഷ്ടിയാണ്. അപ്പോൾ അത് വന്നപ്പോഴാണ് കുറച്ച് അത്. പക്ഷെ അതൊരു ഫയറിൻ്റെ ഒരു അഗ്നിമാരുതി എന്നാണല്ലോ പറയുന്നത് യോഗത്തിന്. അപ്പോൾ ഇദ്ദേഹം എന്തായാലും അതിലേക്ക് വന്ന് പെട്ടു. പുള്ളി ഹാപ്പിയാണ്.
പുള്ളിക്ക് വളരെ സന്തോഷവാനാണ്. പുള്ളി ഉദ്ദേശിച്ച പോലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എപ്പോഴും ഇതിനകത്ത് സപ്പോർട്ടീവ് പ്ലാനറ്റ് എന്ന് പറയുന്നത് സൂര്യനും ഒന്ന് ചൊവ്വയാണ്. അപ്പോൾ പുള്ളിക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന കല്ലും സൂര്യൻ്റെ റൂബിയും ചൊവ്വയുടെ റെഡ് കോറലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ചുവപ്പ് കല്ലുകൾ ചുവപ്പ് എനർജി വരുമ്പോൾ തന്നെ പുള്ളി കുറച്ചുകൂടെ ഇതാവും. ഈ നെഗറ്റീവായിരിക്കുന്ന ശനിയെ ഒക്കെ കോമ്പൻസേറ്റ് ചെയ്യും. നെഗറ്റീവായിരിക്കുന്ന ശനിക്ക് പരിഹാരമല്ലത്, എന്നാൽ അതിന് മേളിൽ നിൽക്കും ചൊവ്വയും സൂര്യനും. മനസ്സിലായില്ലേ? അതായത് ആളെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പ്ലാനറ്റ്സിന്റെ രത്നങ്ങൾ തന്നെ രത്നം തന്നെ കൊടുത്ത് പുള്ളിയുടെ കരിയറുമായിട്ട് അതിന് ബന്ധമുണ്ട്. ലൈഫ് ടൈം പുള്ളിക്ക് യൂസ് ചെയ്യാം. ചൊവ്വയുടെ കല്ലല്ലേ, കോറൽ, പവിഴം, അതുപോലെ തന്നെ റൂബി. അപ്പോൾ ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചൊവ്വയുടെ കല്ലിന് ചില പ്രത്യേകതകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും ദൈനംദിനമായിട്ട് വരുന്നൊരു നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമായത്. ഒന്നാമത് ചൊവ്വയുടെ കല്ല് തേയ്മാനം സംഭവിക്കുന്ന ഒരു കല്ലാണ്. ചൊവ്വയുടെ രത്നത്തിന് മുഴുവൻ കാൽഷ്യം സിലിക്കേറ്റ്, അതിനകത്ത് മിനറൽസ് ഒന്നുമില്ല. അതിനകത്ത് സ്ട്രോങ് ആയിട്ടൊരു ആറ്റമിക് സ്ട്രക്ചർ ആ കല്ലിന്, ആ രത്നത്തിനില്ല. രത്നം എന്ന് പറയാൻ പറ്റില്ല, അതൊരു പവിഴം, മുത്തും പവിഴന്നേ പറയാൻ പറ്റുള്ളൂ. കടലിൽ നിന്ന് കിട്ടുന്ന. അപ്പോൾ അതിനകത്തുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ അത് നല്ല കോറൽസ് ഉപയോഗിക്കുമ്പോൾ അതിന് തേയ്മാനം ഉണ്ടാവും. അത് അലുത്തലുത്ത് കുറഞ്ഞു പോരും. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, സാർ ഇത് എപ്പോൾ ഇതിനിങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, സാറ് പറയാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാനിടുമ്പോൾ എന്നുപോലെ തെയ്യുമെന്ന് ചോദിക്കും എന്നോട്. എന്നുപോലായിരിക്കും, ഞാൻ എത്ര വർഷം കഴിയുമ്പോൾ എൻ്റെ ഇത് തേഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ആരോടും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരാൾ ധരിക്കുന്നു, ഇത് ഷോറൂമിലിരിക്കുമ്പോൾ തേയുന്നില്ല. ഈ കല്ലുകൾ ഷോറൂമിലിരിക്കുമ്പോൾ ഒരു കാരണവശാലും തേഞ്ഞു പോകുന്നില്ല. ഇതൊരു നമ്മൾ മോതിരമായിട്ടോ ലോക്കറ്റായിട്ടോ മേടിച്ച ഒരാൾ ധരിക്കുമ്പോഴാണ് ഇതിന് തേയ്മാനം. എന്തുകൊണ്ട്? ആ ബോഡിയിലെ ഉപ്പ് രസം, വിയർപ്പ്, ഇതെല്ലാം കൊണ്ടാണ് ഇത് കല്ല് കുറേശ്ശെ തേയ്മാനം വരുന്നത്. അത് ഓരോരുത്തരുടെയും ബോഡിയിൽ ഇപ്പോൾ എൻ്റെ വിയർപ്പ്, എൻ്റെ ഉപ്പുരസം അല്ല ഉല്ലാസനുള്ളത്. എൻ്റെ ബോഡി ഹീറ്റ് ബോഡിയും വേർക്കുന്ന ഒരു ശരീരവും ഞാൻ എപ്പോഴും പുറത്തു നിന്ന് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് തേയ്മാനം സംഭവിക്കും. ഉല്ലാസ് എ സിയിലിരിക്കുന്ന ആളാണ്, പൊതുവെ വേർപ്പും ഇല്ലാത്ത ആളാണ്, അത് തേയ്മാനം വളരെ കുറവായിരിക്കും. അപ്പോൾ കോറൽസിൻ്റെ നേച്ചർ തെയ്യുക എന്നുള്ളതിൻ്റെ ഒരു നേച്ചറാണ്. നല്ല കോറൽസ് പൗഡർ മിക്സ് ആയിട്ടുള്ളതോ മറ്റോ ഉള്ള അതിനെക്കുറിച്ചല്ല പറയുന്നത്. മാർക്കറ്റിൽ അങ്ങനത്തെ ഒരുപാട് കോറൽസ് ഉണ്ട്, വളരെ ഡാം ചീപ്പായിട്ട് കിട്ടും കോറൽസിന്. ഈ കോറൽ നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോൾ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. കോറലിന് സാറേ കോറലിന് ഭയങ്കര വിലയുണ്ടല്ലോ. നല്ല കോറൽസ് നിങ്ങൾക്ക് നല്ല കല്ല് ധരിക്കണമെങ്കിൽ വന്നാൽ മതി. ആ കല്ല് ധരിക്കുമ്പോൾ അതിനെ വില, നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റോ കളർ കയറ്റിയോ രക്തം കൊടുക്കേണ്ട കാര്യം ഇല്ല. കാരണം ഇത് ധരിക്കുന്ന ആൾക്കും അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാകണം. അപ്പോൾ ഈ തേയ്മാനം സംഭവിക്കുന്നത് ഒരാളുടെ ഒരു കോറലിന് 2 ആഴ്ച മുതൽ തേയ്മാനം സംഭവിക്കും. ഇങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്ക് വളരെ സ്ലോയിലാണ് തെയ്യുന്നത്, ചിലർക്ക് ഫാസ്റ്റായിട്ട് തെയ്യും. അത് അവരുടെ ഉപയോഗ രീതികൾ, അല്ലെങ്കിൽ അവരുടെ ബോഡി നേച്ചർ, ബോഡി ഹീറ്റ്, ബോഡി ടെമ്പറേച്ചർ, ഇത് വളരെ ഇൻഫ്ലുവൻഷ്യലാണ് ആ ഒരു കാര്യത്തിനകത്ത്. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ വളരെ റെയറായിട്ടുള്ളൊരു രത്നത്തെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ നമ്മൾ ഈ ലിയോ സൈനെ കുറിച്ച് പറഞ്ഞു, ഈ കോറലിൻ്റെ ഒരു പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിലും ധാരാളം വിവരങ്ങളുണ്ടായിരുന്നു. നമുക്ക് കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ തീർച്ചയായിട്ടും. നമസ്കാരം.